എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ചെയ്യുന്നത് കുറച്ച് വ്യത്യാസമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സവോള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവോള നന്നായിട്ട് ക്രിസ്പി ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ആദ്യം കുറച്ച് സമയം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കാം. സവോള പെട്ടെന്ന് വറന്നു വരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ കുറച്ച് സമയം കൊണ്ട് റെഡിയായി കിട്ടും. ഉള്ളി ഒരു പകുതി വാടി വരുമ്പോഴേക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിടാം. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. സവോളയും കറിവേപ്പിലയൊക്കെ ഒരുവിധം കളർ മാറി വരുമ്പോഴേക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. സവോള ഈ ഒരു കളറിലേക്ക് മാറി വരുമ്പോഴേക്ക് തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ സവോള പെട്ടെന്ന് കരിഞ്ഞു പോകും. സവോള ഈ ഒരു കളറാകുമ്പോഴേക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ 2-3 സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് സവോളയുടെ എണ്ണം മാറ്റാം. ഞാനിവിടെ 3 സവോളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു സൈഡിലിരുന്ന് വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ ഏകദേശം 1 കിലോ കോഴിയിറച്ചി നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആ വറുത്ത് വെച്ചിരുന്ന സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി ഇവിടെ എരിവുള്ളതും എരിവില്ലാത്തതും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, കുറച്ചുപ്പ്, കുറച്ച് കറിവേപ്പില, ഇത്രയും സാധനങ്ങളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതും കൂടെ ചേർത്തൊന്ന് തിരുമ്മി വെക്കണം. ചേരുവകളെല്ലാം ഇറച്ചിയിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതെല്ലാം നന്നായിട്ട് ഇറച്ചിയിലൊന്ന് പിടിച്ച് കിട്ടണം. ആ സമയമായപ്പോഴേക്ക് സവോള ഇവിടെ പകുതി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ചെറിയ കഷ്ണം ഇഞ്ചിയും 1 വെളുത്തുള്ളി മുഴുവനും 3 പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചരുചി ഒന്ന് മാറുമ്പോൾ ഇതിലേക്ക് 2 തക്കാളിയും കൂടെ മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഗ്രേവി കുറവ് വേണമെന്നുള്ളവർക്ക് 1 തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ചപ്പാത്തിക്കും ചോറിനും വേണ്ടിയിട്ടുള്ള കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ഗ്രേവി കൂടുതലായിട്ടാണ് ഉണ്ടാക്കുന്നത്. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഇറച്ചി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. ഈ ഇറച്ചിയിലേക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണിത്. ചപ്പാത്തിക്കും ചോറിനുമൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണിത്. ഇവിടെ ഇപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ കുറച്ചൊന്ന് കൂട്ടിയിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം വറ്റിയതിന് ശേഷം തീ കുറച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ചിക്കൻ കറി ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.